ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ ദ വിഷ്വലി ഇംപേർഡ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും തന്നെ മെമ്മറി കാർഡുകൾ, പെൻ ഡ്രൈവുകൾ, SD കാർഡുകൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ മെമ്മറി കാർഡുകൾ അല്ലെങ്കിൽ പെൻ ഡ്രൈവുകളൊക്കെ കറപ്റ്റഡ് ആവാറുണ്ട്. ഇങ്ങനെ കറപ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മെമ്മറി കാർഡായാലും പെൻ ഡ്രൈവ് ആയാലും ഒന്നും യാതൊരുവിധ പർപ്പസുകൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. മാത്രവുമല്ല ഇവ ഫോർമാറ്റ് ചെയ്യാനും കഴിയില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ മെമ്മറി കാർഡുകൾ അല്ലെങ്കിൽ പെൻ ഡ്രൈവുകളൊക്കെ കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും. ഈ റിക്കവറി പ്രോസസ്സാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പറയുന്ന മെമ്മറി കാർഡിനോ പെൻ ഡ്രൈവിനോ SD കാർഡിനോ ഒക്കെ എന്തെങ്കിലും ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ ഇങ്ങനെ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് റിക്കവർ ചെയ്തെടുത്തത് കൊണ്ട് യാതൊരുവിധ ഫലവും ഉണ്ടാവില്ല. അത്തരം ഫിസിക്കൽ പ്രോബ്ലംസ് ഉള്ള മെമ്മറി കാർഡോ പെൻ ഡ്രൈവോ തീർച്ചയായും ഉപയോഗശൂന്യമായി പോകും. പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ ഫിസിക്കൽ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല എങ്കിൽ, ഇത് കറപ്റ്റഡ് ആണ് എങ്കിൽ 99% വരെ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. Search box edit, type in text. ശേഷം കമാൻഡ് പ്രോംപ്റ്റ് ലഭിക്കുന്നതിനായി CMD എന്നീ 3 അക്ഷരങ്ങൾ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. C for Charlie, M for Magic and D for Delta. CMD command prompt app. Press right to switch preview. ഇവിടെ ആപ്ലിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നതിൽ എൻ്റർ ചെയ്യുക. യൂസർ അക്കൗണ്ട് പെർമിഷൻ നൽകുക. Applications bin context menu list box expanded. To move to an item, press the arrow keys. Context menu list box expanded. Run as administrator 1 of 4. To move to an item, press the arrow keys. Enter. User account control dialog. Do you want to allow this app to make Alt Y. Microsoft Windows version 10.0.18363.418. C 2019 Microsoft Corporation. All rights reserved. See Windows System 32. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്പുകളും കൃത്യമായി ഫോളോ ചെയ്യുക. വളരെ എളുപ്പമാണ്. സ്റ്റെപ്പ് 1, ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. DISKPART സ്പേസ് ഇല്ല. DISKPART. എൻ്റർ പ്രസ് ചെയ്യുക. Enter. Microsoft Disk Part version 10.0.18362.1. Copyright C Microsoft Corporation. On computer, desktop, Goodrich, Diskport. സ്റ്റെപ്പ് 2, ലിസ്റ്റ് ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്യുക. LIST സ്പേസ് DISK. എൻ്റർ പ്രസ് ചെയ്യുക. LIST space DISK. Enter. Disk number status size 3 din GPT. Disk 0 online 931 GB 64 GB star. Disk 1 online 3343 MB 0B. Disk 2 no media 0B 0B. Diskport. ഇവിടെ നമുക്ക് ഡിസ്കുകൾ കാണാൻ കഴിയും. അതിൽ ഡിസ്ക് 0 എന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് ആണ്. അത് സെലക്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പെൻ ഡ്രൈവിൻ്റെയോ മെമ്മറി കാർഡിൻ്റെയോ കപ്പാസിറ്റി അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ഡിസ്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ കൊടുത്തിട്ടുള്ള പെൻ ഡ്രൈവ് ഡിസ്ക് 1 ആണ്. സ്റ്റെപ്പ് 3, സെലക്ട് ഡിസ്ക് 1 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. SELECT സ്പേസ് DISK സ്പേസ് 1. ദെൻ എൻ്റർ ചെയ്യുക. SELECT space DISK space 1. Enter. Disk 1 is now the selected disk. Diskport. ഇവിടെ ഒരു ഡയലോഗ് കേട്ടു. ഡിസ്ക് 1 ഈസ് നൗ ദ സെലക്റ്റഡ് ഡിസ്ക്. നമ്മൾ കൊടുത്തിട്ടുള്ള പെൻ ഡ്രൈവ് ഓർ മെമ്മറി കാർഡ് അത് സെലക്റ്റഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ക്ലീൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. CLEAN ക്ലീൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. CLEAN. Enter. Disk part succeeded in cleaning the disk. Diskport. Cleaning succeeded ആയി
എന്നുള്ള ഒരു ഡയലോഗ് കേട്ടു. നമ്മൾ ഒരു തവണ ക്ലീൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് കേട്ടിട്ടില്ല എങ്കിൽ ഒന്നോ രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. CREAT സ്പേസ് PARTITION സ്പേസ് PRIMARY then enter. CREAT space PARTITION space PRIMARY enter. Disk part succeeded in creating the specified partition. Disk part. ഇവിടെ ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡയലോഗാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്റ്റീവ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ACTIVE ആക്റ്റീവ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ACTIVE enter. Disk part mark the current partition as active. Disk part. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത പുതിയ പാർട്ടീഷൻ ആക്റ്റീവ് ആയതായി സിസ്റ്റം മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് സെലക്ട് പാർട്ടീഷൻ 1 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. SELECT സ്പേസ് PARTITION സ്പേസ് 1 then enter. SELECT space PARTITION space 1 enter. Partition 1 is now the selected partition. Disk part. ഓക്കെ, ഇവിടെ ഒരു ഡയലോഗ് കേട്ടു. പാർട്ടീഷൻ 1 ഈസ് നൗ ദ സെലക്റ്റഡ് പാർട്ടീഷൻ. ഇപ്പോൾ നമ്മുടെ പാർട്ടീഷൻ ആക്റ്റീവായി അത് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അവസാന സ്റ്റെപ്പാണ് ഫോർമാറ്റ് FORMAT സ്പേസ് FS ഈക്വൽസ് FAT32. ഒരിക്കൽ കൂടി പറയാം. ഫോർമാറ്റ് FORMAT സ്പേസ് FS ഈക്വൽ സൈനാണ് FAT32 then എൻ്റർ കൊടുക്കുക. FORMAT space FS equals FAT32 enter. ഇതോടുകൂടി നമ്മളുടെ മെമ്മറി കാർഡ് ഓർ പെൻ ഡ്രൈവ് ഫോർമാറ്റ് ചെയ്യാൻ തുടങ്ങും. ഏകദേശം ഒരു 4 GB സൈസുള്ള മെമ്മറി കാർഡൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഫോർമാറ്റായി കിട്ടും. ക്വിക്ക് ഫോർമാറ്റ് അല്ല, ഡീപ്പ് ഫോർമാറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈസ് അനുസരിച്ച് ടൈം വ്യത്യാസപ്പെടും. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു 4 GB പെൻ ഡ്രൈവ് ആണ്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 0% completed, 10% completed, 20% completed, 30% completed, 40% completed, 50% completed, 60% completed, 70% completed, 80% completed, 90% completed, 100% completed. Disk part successfully formatted the volume. Disk part. ഫോർമാറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റ് എക്സിറ്റ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. EXIT enter. Leaving disk part ... See Windows System 32. EXIT enter. ഓക്കെ സുഹൃത്തുക്കളെ, ഇത്രയുമാണ് നമ്മളുടെ കറപ്റ്റഡ് ആയിട്ടുള്ള മെമ്മറി കാർഡോ അല്ലെങ്കിൽ പെൻ ഡ്രൈവോ റിക്കവർ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. Hi there. Thanks for watching. If you like the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.